നമ്മൾ വളരെ ബുദ്ധിമുട്ടിയെടുക്കുന്ന ഫോട്ടോസ് എല്ലാം തന്നെ വളരെ സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ച് നമുക്ക് കൈമാറ്റം ചെയ്തു തരുന്ന ഒരു ഘടകമാണ് മെമ്മറി കാർഡുകൾ. അപ്പോൾ ഈ മെമ്മറി കാർഡിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ നിലവാരം നമ്മൾ വളരെയധികം ഉയർന്നതായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം വളരെയധികം ബുദ്ധിമുട്ടിയെടുത്ത ഫോട്ടോസ് എല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ട് മെമ്മറി കാർഡ് കറപ്റ്റഡ് എന്ന ഒരു എറർ മെസ്സേജിലൂടെ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മെമ്മറി കാർഡുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും ടോപ്പ് ബ്രാൻഡ് തന്നെ വാങ്ങിക്കുക. നിങ്ങൾക്ക് ഒരല്പം കാശ് കൂടുതലായാലും ഒരിക്കലും ടോപ്പ് ലെവൽ കാർഡുകളെ നിങ്ങൾ ഒഴിവാക്കരുത്. നിങ്ങൾ ഏറ്റവും നല്ല ബ്രാൻഡ് തന്നെ ചൂസ് ചെയ്യുക. അതേപോലെ ഏറ്റവും നിലവാരമുള്ള കാർഡുകൾ സെലക്ട് ചെയ്യുക, അവ യൂസ് ചെയ്യുക. അതുപോലെ ഒരു മെമ്മറി കാർഡ് നിങ്ങൾ ഡെയിലി ഷൂട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു മെമ്മറി കാർഡ് പരമാവധി 6 മാസമാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. ഞാൻ ഉദ്ദേശിച്ചത് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫേഴ്സിനെ പോലെയുള്ള ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസം വളരെയധികം ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്രക്കാര് 6 മാസത്തിൽ കൂടുതൽ ഒരു കാർഡ് ഉപയോഗിക്കാൻ പാടില്ല. അതിനു മുമ്പേ അത് റീപ്ലേസ് ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം ഒരു നിമിഷത്തിൽ കാർഡ് കറപ്റ്റഡ് എന്ന ഒരു എറർ മെസ്സേജിലൂടെ നിങ്ങളുടെ മനസ്സമാധാനവും ഒരുപാട് കാശും ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി ഒരു മെമ്മറി കാർഡ് 6 മാസത്തിൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ക്യാമറയിൽ ഉപയോഗിക്കുന്ന മെമ്മറി കാർഡുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇന്ന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 2 മെമ്മറി കാർഡുകളാണുള്ളത്. ഒന്ന് നമ്മൾ SD കാർഡ് എന്ന് വിളിക്കുന്ന സാധാരണ മെമ്മറി കാർഡുകൾ. SD കാർഡ് എന്ന് പറയുന്ന മെമ്മറി കാർഡിൻ്റെ അതിൻ്റെ സൈസ് അത്രയും ചെറുതായതുകൊണ്ടാണ് അതിനെ SD എന്ന് പറയുന്നത്. അതായത് 32 mm by 24 mm നീളവും വീതിയുള്ളത് 2.1 mm ആണ്. ഈ ഇത്തരം കാർഡുകൾക്ക് ഒരു തിക്നെസ് ഉണ്ടാവും. അതുകൊണ്ട് വളരെ ചെറിയ മെമ്മറി കാർഡാണ്, കനം കുറഞ്ഞ മെമ്മറി കാർഡുകളാണ്. ശരിക്കും ഫോട്ടോഗ്രാഫി മേഖലയിൽ ഒരു വിപ്ലവം കൊണ്ടുവന്നത് ഈ SD കാർഡുകളാണ്. സെക്യൂർ ഡിജിറ്റൽ മെമ്മറി കാർഡുകൾ എന്നാണ് SD കാർഡിന്റെ ഒരു ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഈ SD കാർഡുകൾ തന്നെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. SD കാർഡുകളിൽ 4 GB വരെ കപ്പാസിറ്റി ഉള്ള മെമ്മറി കാർഡുകളെ SD കാർഡുകൾ എന്ന ഓമന പേരിലാണ് വിളിക്കുന്നത്. എന്നാൽ 4 GB മുതൽ 64 GB വരെ വരുന്ന മെമ്മറി കാർഡുകളെ SDHC കാർഡുകൾ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ 64 GB മുകളിലോട്ട് വരുന്ന കാർഡുകളെ എല്ലാം തന്നെ SDXC എന്ന പേരിട്ടാണ് വിളിക്കുന്നത്. SD കാർഡുകളെക്കാളും ഒരൽപ്പം വലിപ്പ കൂടുതലും അതുപോലെ നിലവാരത്തിലും അല്പം ഉയർന്ന നിലവാരമുള്ള മെമ്മറി കാർഡുകളാണ് CF കാർഡുകൾ, കോമ്പാക്ട് ഫ്ലാഷ് മെമ്മറി കാർഡുകൾ എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. ഇത് ഡാറ്റ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഒരൽപ്പം കൂടി നല്ല നിലവാരം പുലർത്തുന്ന മെമ്മറി കാർഡുകളാണ്. പക്ഷേ എല്ലാ ക്യാമറയിലും SD കാർഡ് ഉപയോഗിക്കുന്നത് പോലെ ഈ CF കാർഡുകൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം അതിന് പ്രത്യേകം സ്ലോട്ടുകൾ തന്നെ വേണം. ഓരോ ഹൈ എൻഡ് പ്രൊഫഷണൽ ക്യാമറകളിൽ മാത്രമാണ് CF കാർഡിനുള്ള സ്ലോട്ട് കാണാറുള്ളത്. വളരെ ഹൈ ആയിട്ടുള്ള ഡാറ്റ സ്പീഡും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ മെമ്മറി കാർഡുകൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയിൽ വളരെയധികം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നിക്കോൺ അവരുടെ ഹൈ എൻഡ് ക്യാമറകൾക്ക് മാത്രമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു മെമ്മറി കാർഡുകളുണ്ട്. XQD കാർഡുകൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇത് ഹൈ കപ്പാസിറ്റി ഹൈ ഡാറ്റ സ്പീഡ് ഒക്കെയുള്ള കാർഡുകളാണ്. പക്ഷേ നിക്കോണിൻ്റെ ക്യാമറകളിലാണ് ഇത് ഉപയോഗിക്കാൻ സാധിക്കുക. നിക്കോണിൻ്റെ 850, Z6, Z7 പോലെയുള്ള മോഡൽ ക്യാമറകളിലാണ് ഈ സ്ലോട്ട് വരുന്നുള്ളത്. മറ്റുള്ള ക്യാമറകളിലെല്ലാം തന്നെ CF കാർഡ് അല്ലെങ്കിൽ SD കാർഡിനുള്ള സ്ലോട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. എന്തായാലും മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട് ഏത് തന്നെയായാലും മെമ്മറി കാർഡുകൾ വാങ്ങിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ SD കാർഡിൻ്റെ മുകളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ U എന്ന് എഴുതിയതിനകത്ത് 3 അല്ലെങ്കിൽ 1 എന്നുള്ള ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയുള്ള ഈ നമ്പർ എപ്പോഴും നിങ്ങൾ വാങ്ങിക്കുമ്പോൾ 3 ഉള്ളത് വാങ്ങിക്കണം. ഇത് UHS ക്ലാസിഫിക്കേഷൻ ആണ്. UHS ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന് എഴുതുകയാണെങ്കിൽ അത് 10 Mbps എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സ്പീഡാണ്. 3 എന്ന് പറയുമ്പോൾ 30 Mbps എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മെമ്മറി കാർഡ് SD കാർഡ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ UHS കാറ്റഗറിയിൽ 3 ഉള്ളത് തന്നെ വാങ്ങിക്കുക. അതുപോലെ മെമ്മറി കാർഡിൻ്റെ മുകളിൽ 95 Mbps, 145 Mbps, 160, 190, 300 Mbps ഒക്കെ സ്പീഡ് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. ഈ സ്പീഡാണ് നമ്മൾക്ക് ഫോട്ടോഗ്രാഫിയിൽ സഹായിക്കുന്നത്. ഡാറ്റ എത്രത്തോളം വേഗത്തിൽ ഈ മെമ്മറി കാർഡിലേക്ക് റൈറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പീഡ് വളരെയധികം കൂടുതലുള്ള മെമ്മറി കാർഡുകൾ തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. മെമ്മറി കാർഡുകളുടെ മുകളിൽ കാണുന്ന മറ്റൊരു മാർക്കിംഗ് ആണ് UDMA ക്ലാസിഫിക്കേഷൻ. UDMA ക്ലാസിഫിക്കേഷൻ എപ്പോഴും നമ്പർ 7 തന്നെ 1 മുതൽ 7 വരെയുള്ള നമ്പറുകൾ കൊണ്ടാണ് ഇത് സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ UDMA ക്ലാസിഫിക്കേഷൻ 7 തന്നെയാണ് എന്ന് ഉറപ്പിക്കുക. അപ്പോൾ 3 ടൈപ്പ് മെമ്മറി കാർഡുകളെ കുറിച്ചാണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ക്യാമറയിൽ ഏത് മെമ്മറി കാർഡാണോ സപ്പോർട്ട് ചെയ്യുന്നത് അത് തന്നെ വാങ്ങിക്കുക. പക്ഷേ വാങ്ങിക്കുന്നതിന് മുൻപ് ഏറ്റവും നല്ല ബ്രാൻഡുകൾ തന്നെ വാങ്ങിക്കുക. അതുകൂടാതെ ഏറ്റവും ടോപ്പ് സ്പീഡുള്ളത്, ഞാൻ കപ്പാസിറ്റി അല്ല പറയുന്നത്, നിങ്ങൾ ഏത് കപ്പാസിറ്റി ഉപയോഗിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ
കൂടുതൽ ഡാറ്റ സ്പീഡുള്ള മെമ്മറി കാർഡുകൾ വാങ്ങിക്കുക. മെമ്മറി കാർഡ് ഹൈ കപ്പാസിറ്റി ഉള്ള മെമ്മറി കാർഡുകൾ വാങ്ങിച്ചിട്ട് ഒരുപാട് കാലം ക്യാമറക്കകത്ത് ഫോട്ടോസ് സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. കാരണം ഈ ഫോട്ടോസ് നിങ്ങൾക്ക് വിലപ്പെട്ടതാണെങ്കിൽ അത് ഏത് നിമിഷത്തിലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഒരു മെമ്മറി കാർഡ് അതിനകത്തിരിക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് തന്നെ അത് കറപ്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഹൈ കപ്പാസിറ്റി മെമ്മറി കാർഡ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കൂടി ആഴ്ചയിൽ ഒരു പ്രാവശ്യം എങ്കിലും നിങ്ങളുടെ മെമ്മറി കാർഡ് കംപ്ലീറ്റ്ലി ക്ലീൻ വൈപ്പ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം ഒരുപാട് കാലം സൂക്ഷിക്കാനുള്ള ഒരു ഓപ്ഷൻ അല്ല മെമ്മറി കാർഡുകൾ. അതിന് നിങ്ങൾ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ ബാക്കപ്പ് ഡിസ്കുകളോ തന്നെ ഉപയോഗിക്കണം. 128 GB കപ്പാസിറ്റി ഉള്ള ഒരു മെമ്മറി കാർഡ് ഒരു സ്റ്റാൻഡേർഡ് സൈസായിട്ട് നമുക്ക് കണക്കൂട്ടാം. നിങ്ങൾക്ക് യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ ഏത് രീതിയിലായാലും ഇന്നത്തെ ഫയൽ സൈസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 128 എന്നുള്ള ഒരു സൈസ് ഒരു ശരാശരി സൈസ് മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ 128ൻ്റെ ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള കാർഡുകൾ വാങ്ങിക്കുക. CF കാർഡുകളുടെ സ്ലോട്ട് നിങ്ങളുടെ ക്യാമറയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ CF കാർഡ് വാങ്ങിക്കാൻ ശ്രമിക്കുക. SD കാർഡിനേക്കാളും എത്രയോ ഡാറ്റ സെക്യൂരിറ്റി ഉള്ള ഒരു ടൈപ്പ് കാർഡുകളാണ് CF കാർഡുകൾ. ഇത്രയൊക്കെയാണ് മെമ്മറി കാർഡുകളെ കുറിച്ച് പറയാനുള്ളത്. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള മെമ്മറി കാർഡ് 6 മാസത്തിൽ കൂടുതലായത് ഒരുപാട് യൂസ് ചെയ്ത കാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളത് നീക്കം ചെയ്യുക. എന്നിട്ട് പുതിയ കാർഡുകളെ ഇൻസ്റ്റാൾ ചെയ്യുക.